ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ടു കോയിൻ ഫോർജ്. കോയിൻ ഫോർജുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് അപ്ഡേഷൻസ് എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെ ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ്. നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ ഹെഡിങ് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, ടൈറ്റിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതായത് സാമ്പത്തികമായി വളർന്ന് മനസ്സമാധാനത്തോടെ ജീവിക്കണം എന്നുള്ളതായിരുന്നു. നമുക്ക് സാമ്പത്തികമായിട്ട് വളരാൻ അല്ലെങ്കിൽ ഉയരാൻ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം അല്ലേ. പിന്നെ കോയിൻ ഫോർജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഒരു അഫിലിയേഷൻ അല്ലെങ്കിൽ ഒരു അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് സിസ്റ്റം ആയതുകൊണ്ട് ആ ഒരു കാര്യത്തിൻ്റെ ബേസിലാണ് ഞാൻ അവിടെ മനസ്സമാധാനത്തോടെ ജീവിക്കണോ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന പലർക്കും ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് പണം നഷ്ടപ്പെട്ടതും അങ്ങനെ ഒരുപാട് പേര് ചതിയിൽപ്പെട്ടിട്ടുള്ളതും ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളതൊക്കെ ഓർമ്മ വരുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഹെഡിങ് ഞാൻ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചത്. മനസ്സമാധാനത്തോടെ, സാമ്പത്തികമായി വളർന്നിട്ടും മനസ്സമാധാനത്തോടെ ജീവിക്കണം എന്നുള്ളത്. പിന്നെ ആദ്യമേ ഒരു കാര്യം പറയാം. കോയിൻ ഫോർജ് എന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് എത്തിച്ചു തന്ന വ്യക്തി ആരാണോ ആ വ്യക്തിക്ക് മനസ്സറിഞ്ഞൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. കാരണം സാമ്പത്തികമായിട്ട് വളരെ വലിയ അനിശ്ചിതത്വങ്ങൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള, അതിനേക്കാൾ ഉപരി വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ച് തന്നിട്ടുള്ളത്. ഇനി അതല്ല, നിങ്ങൾ ഒരു നല്ല അവസരം അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാനുള്ള ഇട വന്നതെങ്കിൽ നിങ്ങൾ ഒരുപാട് ഭാഗ്യം ചെയ്ത വ്യക്തിയാണ്. കാരണം എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ഇത്തരം സേഫായിട്ടുള്ള അവസരങ്ങളൊന്നും എത്താറില്ല. നമുക്ക് മുൻ അനുഭവങ്ങളും അതല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളും വാർത്തകളൊക്കെ വെച്ച് കമ്പയർ ചെയ്താൽ തന്നെ, അല്ലെങ്കിൽ നമുക്കൊന്ന് വിശകലനം ചെയ്താൽ തന്നെ നമുക്കത് മനസ്സിലാവും. കോയിൻ ഫോർജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പല വീഡിയോസിലും എടുത്തു പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ്. ഇതൊരു മറ്റ് കമ്പനികൾ ചെയ്യുന്നത് പോലെ ഒരാളിൽ നിന്നും, ഒരു വ്യക്തിയിൽ നിന്ന് പോലും ഇൻവെസ്റ്റ്മെൻറ്റ് കളക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു നിക്ഷേപം വാങ്ങിക്കാത്തത് കൊണ്ട് തന്നെ നാളെ ആ നിക്ഷേപത്തിന് പുറത്ത് അല്ലെങ്കിൽ അതിനു മുകളിലൊരു ലാഭം സാമ്പത്തികമായിട്ട് കൊടുക്കേണ്ട ഒരു ബാധ്യത കോയിൻ ഫോർജിന് വരുന്നില്ല. കോയിൻ ഫോർജ് എന്തിനാണ് ഈ ഒരു അഫിലിയേറ്റ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റിലേക്ക് നമ്മൾ ഒരുപാട് കോയിൻസിൻ്റെ, ക്രിപ്റ്റോ കറൻസികളായിട്ടുള്ള ഒരുപാട് കോയിൻസിൻ്റെ പേര് നമ്മൾ കേട്ടിട്ടുണ്ടോ. ബിറ്റ് കോയിൻ, എത്തേറിയം, സൊളാന, BNB, അങ്ങനെ ഒരുപാട് കോയിൻസിൻ്റെ പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതുപോലെ മാർക്കറ്റിലേക്ക് ഒരു കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ നമ്മൾ ഈ കേട്ടുപരിചയമുള്ള കോയിൻസിനൊക്കെ ഈ ഒരു മൂല്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് അത് വാങ്ങി ഹോൾഡ് ചെയ്യുന്ന ഒരു വലിയ സമൂഹം അല്ലെങ്കിൽ ഒരു വലിയ കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് മാർക്കറ്റിലേക്ക് ഒരു കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് കോയിൻ ഫോർജിൻ്റെ സിസ്റ്റം. അപ്പോൾ നമ്മൾ ടെക്നിക്കൽ വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ സ്മാർട്ട് കോൺട്രാക്റ്റ് ആക്ടിവേഷൻ വഴിയാണ് നമുക്ക് ഈ കോയിൻസ് അല്ലെങ്കിൽ CF എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ കറൻസി നമുക്കിപ്പോൾ കളക്ട് ചെയ്ത് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ സ്മാർട്ട് കോൺട്രാക്റ്റ് ആക്ടിവേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടുകളെല്ലാം തന്നെ ആ ആക്ടിവേഷൻ നടക്കുന്ന സമയത്ത് തന്നെ മുഴുവനായിട്ട് ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് അല്ലെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെ സ്പോട്ടിൽ ഇൻസ്റ്റൻ്റായിട്ട് ആ കമ്മ്യൂണിറ്റിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകുന്നൊരു സിസ്റ്റമാണ്. അപ്പോൾ കോയിൻ ഫോർജിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ കോയിൻ ഫോർജിൻ്റെ കറൻസി അല്ലെങ്കിൽ CF എന്ന് പറയുന്ന ആ ടോക്കൺ വളരെ വലിയൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട്, ആഗോളതലത്തിൽ ഗ്ലോബലി ഒരു വലിയ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വളരെ വലിയൊരു വാല്യൂയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കോയിൻ ഫോർജിൻ്റെ ലക്ഷ്യമായിട്ട് വരുന്നത്. അപ്പോൾ വലിയൊരു കമ്മ്യൂണിറ്റി, ഏതൊരു കോയിനാണെങ്കിലും വലിയൊരു കമ്മ്യൂണിറ്റി അതിനെ ബാക്കപ്പ് ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് വരാൻ സാധ്യതയുള്ള പ്രൊജക്റ്റുകളൊക്കെ
സപ്പോർട്ട് ചെയ്യാൻ വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡിമാൻഡും വർദ്ധിക്കും. ആ ഡിമാൻഡ് കൂടുന്നതിനൊപ്പം തന്നെ അതിൻ്റെ വാല്യൂ കൂടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ കോയിൻ ഫോർജ് കൈവശം വയ്ക്കുന്ന ക്രിപ്റ്റോ കറൻസിയുടെ മൂല്യം വർദ്ധിക്കുന്നതാണ് കോയിൻ ഫോർജ് എന്ന കൺസെപ്റ്റിന്, അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു പ്രസ്ഥാനത്തിന് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം മൂല്യം അതിന് വർദ്ധിക്കുന്നോ ആ കോയിൻ ഫോർജിൻ്റെ ഈ ഒരു സിസ്റ്റം പ്രകാരം അതിൽ എത്ര ശതമാനമാണ് കോയിനാണോ അവരുടെ കയ്യിൽ ഹോൾഡ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അതിൻ്റെ വാല്യൂ ആണ് കോയിൻ ഫോർജ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആ വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിൻ്റെ ലാഭം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇപ്പോൾ കോയിൻ ഫോർജിൻ്റെ സ്മാർട്ട് കോൺട്രാക്റ്റ് സിസ്റ്റങ്ങൾ വഴി ഒരു ടോട്ടൽ 14 സ്മാർട്ട് കോൺട്രാക്റ്റുകളാണ് കോയിൻ ഫോർജ് എന്നുള്ള സിസ്റ്റത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് അത് മുഴുവൻ ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ച് ആ 14 സ്മാർട്ട് കോൺട്രാക്റ്റുകളും ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടോക്കൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2595 ടോക്കൺസ് മാത്രമാണ്. എന്നാൽ നമ്മൾ ഈ ഒരു അവസരം, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഈ ഒരു അവസരം ഏറ്റെടുത്തിട്ടുള്ളത്, ആ ഒരു കൺസെപ്റ്റിൽ തന്നെ നമ്മളുടെ സ്നേഹിതരിലേക്ക് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് നമ്മൾ ഈ ഒരു അവസരം എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് റിവാർഡ് സിസ്റ്റമായിട്ട് അല്ലെങ്കിൽ റെഫറൽ റിവാർഡായിട്ട് നമുക്ക് അഡീഷണൽ ടോക്കൺസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ടോക്കൺസിൻ്റെ എണ്ണം കൗണ്ട് കൂടുന്നുണ്ട്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കൂടാനുള്ളൊരു സിസ്റ്റമാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം. അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ നല്ല രീതിയിൽ ഇന്നത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ക്യാഷ് റിവാർഡ് സ്പോട്ടിൽ തന്നെ ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഒരിക്കലും ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ഫണ്ട് അയച്ചു കൊടുത്ത് അവിടെ നിന്നൊരു വെരിഫിക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വരേണ്ട സിസ്റ്റങ്ങളൊന്നും തന്നെ, ആ ഒരു ഡിലേ പോലും കോയിൻ ഫോർജ് എന്ന കൺസെപ്റ്റിൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. 100% ഡീസെൻട്രലൈസ്ഡ് വെരിഫൈഡ് സ്മാർട്ട് കോൺട്രാക്റ്റുകളാണ് ഈ 14 എണ്ണവും. ഇതൊക്കെ ടെക്നിക്കൽ ടേംസ് ആയിരിക്കാം, പക്ഷേ ഡീസെൻട്രലൈസ്ഡ്, അതായത് ഒരാൾ പോലും കൺട്രോൾ ചെയ്യാതെ വർക്ക് ചെയ്യുന്ന സിസ്റ്റങ്ങളാണ്. അപ്പോൾ ഭാവിയിലേക്കുള്ള ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഇന്നത്തെ കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് വേണ്ടി വരുന്ന ആവശ്യങ്ങൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് കോയിൻ ഫോർജ്. അതായത് ഇന്നത്തെ ആവശ്യങ്ങൾക്ക് ക്യാഷും നാളത്തെ സമ്പത്തിനായിട്ട് ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ CF എന്നുള്ള ക്രിപ്റ്റോ കറൻസി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി വിലയേക്കാൾ പ്രധാനപ്പെട്ടത് എത്ര CF ടോക്കൺസ് അല്ലെങ്കിൽ CF എന്ന് പറഞ്ഞ ക്രിപ്റ്റോ കറൻസി എത്ര എണ്ണം നമ്മൾ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും കമ്മ്യൂണിറ്റി വളരുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രൊജക്റ്റുകൾ വളരുമ്പോഴും കോയിൻ്റെ വാല്യൂ കൂടും. അത് കോയിൻ ഫോർജ് ഹോൾഡ് ചെയ്യുന്ന കോയിനാണെങ്കിലും നമ്മൾ ഓരോരുത്തരും ഹോൾഡ് ചെയ്യുന്ന കോയിനാണെങ്കിലും വില കൂടുമ്പോൾ എല്ലാത്തിനും ഒരേപോലെ ആയിരിക്കും, ഒരേ വാല്യൂ ആയിരിക്കും. പക്ഷേ നമ്മളുടെ ആസ്തിയുടെ മൂല്യം നിർണ്ണയിക്കുന്നത് ആ വില കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ലൊരു വാല്യൂയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മളുടെ കൈവശമുള്ള കോയിൻസിൻ്റെ എണ്ണം എത്രയാണ്, ഇതായിരിക്കും നമ്മുടെ അസറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആസ്തിയുടെ വാല്യൂ അല്ലെങ്കിൽ മൂല്യം നിശ്ചയിക്കുന്നത്. പിന്നെ ഇൻ്റർനെറ്റ് ഉള്ള കാലത്തോടത്തോളം നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, ധൈര്യപൂർവ്വം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ് കോയിൻ ഫോർജ്. പക്ഷേ നമ്മളുടെ ആവശ്യം എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട്, അത് നെഗറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് ഓരോരുത്തർക്കും ഇനി എത്ര സമയം ബാക്കിയുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എത്ര സമയം ബാക്കിയുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. അത് ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും അദ്ദേഹത്തിന് അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടെങ്കിൽ, ആ ഒരു സാമാന്യ ബോധം അല്ലെങ്കിൽ ബോധ്യം നമുക്കുണ്ടെങ്കിൽ, ഇന്ന് നമ്മളുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന എത്ര പേരുണ്ടോ, ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ പല രീതിയിലുള്ള നമ്മളെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം, അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് കോയിൻ ഫോർജിൻ്റെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം. സ്വാഭാവികമായിട്ടും നാളേക്കുള്ള വലിയൊരു ആസ്തി അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആവുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് സിസ്റ്റം നോക്കുകയാണെങ്കിൽ എംപവർ എന്നുള്ളൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എംപവർ അക്കാദമി എന്ന പേരിൽ കഴിഞ്ഞ 6 വർഷത്തിന് മുകളിലായിട്ട് ഈ സ്മാർട്ട് കോൺട്രാക്റ്റ് മേഖലയിൽ ഒരുപാട് ഫാമിലികളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 1 ലക്ഷം മെമ്പേഴ്സിലധികം അല്ലെങ്കിൽ 1 ലക്ഷം കുടുംബങ്ങളിലേക്ക്
വളരെ നല്ല സാമ്പത്തിക സ്വാതന്ത്ര്യം എത്തിച്ചു കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ നിലവിൽ അതിനേക്കാൾ കൂടുതൽ ഫാമിലിയിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കളരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ മേഖലയുമായിട്ട് ബന്ധമില്ലാത്ത ഒരു വ്യക്തി വന്നാൽ പോലും അദ്ദേഹത്തിന് എന്താണ് ബ്ലോക്ക് ചെയിൻ, എന്താണ് ക്രിപ്റ്റോ കറൻസി, എന്താണ് ഈ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ, എന്താണ് ഡീസെൻട്രലൈസ് സിസ്റ്റങ്ങളും സെൻട്രലൈസ് സിസ്റ്റങ്ങളുമുള്ള വ്യത്യാസം, എവിടെയാണ് നമുക്ക് അതിൻ്റെ സേഫ്റ്റി കാണാൻ പറ്റുന്നത്, എങ്ങനെയാണ് നമുക്ക് ഒരു ലീഡറായിട്ട് വളരാൻ പറ്റുന്നത് എന്ന് വേണ്ട നമ്മുടെ ജീവിതത്തിന് പോലും ഉപകരിക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ തന്നുകൊണ്ടാണ് ഓരോ മെമ്പേഴ്സിനെ, ആ ഫാമിലിയുടെ ഭാഗമാകുന്ന ഓരോ മെമ്പേഴ്സിനെയും അവർ ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരുന്നത്. ഞാനൊരു പ്രൗഡ് മെമ്പറാണ്. എംപവർ എന്നുള്ളൊരു ഫാമിലിയിൽ എത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ളത് ഒരുപാട് ബ്ലെസ്ഡ് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സോ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. എംപവർ പറയുന്ന കാര്യങ്ങൾ അത് തന്നെയാണ്. നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഓരോ വ്യക്തിയിലേക്ക് എത്തിക്കുന്നത്. അതിൻ്റെ പേരിൽ ഒരാൾക്കും, ഞാൻ തുടക്കത്തിലെ പറഞ്ഞ കാര്യം അതാണ്, മനസ്സമാധാനം നഷ്ടപ്പെടുക എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധ്യത പോലും ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരാൾക്കും വരാനുള്ള ഒരു ചാൻസും തന്നിട്ടില്ല. സോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് ഈ പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ സിസ്റ്റങ്ങളെ കുറിച്ച് നമ്മളോട് പറഞ്ഞ വ്യക്തിയോടുമായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പുമായിട്ട് സംസാരിച്ചിട്ട് പഠിക്കാം, നമ്മളുടേതായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്താം. ഇനി നമുക്ക് മറ്റു പ്രൊജക്റ്റുകളുമായിട്ട് വേണമെങ്കിൽ താരതമ്യം ചെയ്യാം. വെറുതെ ഇരുന്നാൽ റിവാർഡ് കിട്ടുന്ന പ്രൊജക്റ്റുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷെ അതൊക്കെ നിങ്ങൾ താരതമ്യം ചെയ്യുക. അതിലൊക്കെ എത്രത്തോളം റിസ്ക് ഉണ്ട് എന്നുള്ളത് താരതമ്യം ചെയ്യാം. ഇതൊക്കെ കഴിഞ്ഞ് കോയിൻ ഫോർജിനേക്കാൾ ബെറ്റർ വേറെ ഏതെങ്കിലും പ്രൊജക്റ്റാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അത് സ്വീകരിച്ചുകൊണ്ട് അതിൽ ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാം. അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ട് വളരുന്നതിനൊപ്പം മനസ്സമാധാനത്തോടെയും കൂടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഉത്തരം നിങ്ങൾക്ക് കോയിൻ ഫോർജ് ആണ് എന്നുള്ള രീതിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ എംപവർ എന്ന് പറയുന്ന അക്കാദമിയുടെ കൂടെ എത്രയും പെട്ടെന്ന് ഈ നിമിഷം പറ്റുമെങ്കിൽ ഈ നിമിഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ ലൈഫാണ്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും ലൈഫാണ്. ഒരിക്കൽ പറഞ്ഞതുപോലെ നമുക്ക് ആർക്കും അറിയില്ല നമുക്കിനി എത്രത്തോളം സമയം ബാക്കിയുണ്ട് എന്നുള്ളത്. മാക്സിമം നല്ല രീതിയിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരിലേക്കും കൂടി ഈ ഒരു അവസരം പറഞ്ഞു കൊടുത്തുകൊണ്ട് നല്ല രീതിയിലുള്ള അസറ്റ് ഇപ്പം തന്നെ ക്രിയേറ്റ് ചെയ്യുക. അതിനുള്ള വരുമാനം അപ്പം തന്നെ കിട്ടുന്നുണ്ട്. സോ ഞാൻ വീണ്ടും പറയുന്നു, എംപവർ എന്നുള്ളൊരു അക്കാദമിയുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ, നിങ്ങളുടെ അന്വേഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വേറെ കാണുന്നില്ല, നിങ്ങൾക്ക് അതിനേക്കാൾ വലിയൊരു ആവശ്യം, ഓപ്പർച്യൂണിറ്റി വേറെ ഇല്ല എന്നുള്ളതല്ല, നിങ്ങളുടെ ആവശ്യം എന്താണോ അതിന് നിങ്ങളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം നിങ്ങൾക്ക് കോയിൻ ഫോർജ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? സ്റ്റാർട്ട് ചെയ്യുക, നേടിയെടുക്കുക. ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നേടിയെടുക്കുക. ഇനി കോയിൻ ഫോർജുമായിട്ട് ഓൾറെഡി കണക്റ്റായി നിൽക്കുന്ന വ്യക്തിയോടാണ് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ഒരു സ്റ്റെപ്പ് പുറകിലോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഇതുവരെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഈ നിമിഷം മുതൽ നിങ്ങളൊരു റീസ്റ്റാർട്ടിന് തയ്യാറാവുക. ആ റീസ്റ്റാർട്ട് വെറും ഒരു റീസ്റ്റാർട്ട് ആവരുത്, ഒരു ടേക്ക് ഓഫിലേക്ക് കടക്കുക. ചുരുങ്ങിയ മാസം കൊണ്ട് നമ്മളുടെ ലൈഫിൽ വരുന്ന മാറ്റം കൊണ്ട് നമുക്ക് നമ്മുടെ സൊസൈറ്റിയെ ഇംപ്രസ് ചെയ്യാനായിട്ട് സാധിക്കണം. അതിനുവേണ്ടി സമയം കളയാനല്ല പറയുന്നത്. നമുക്ക് അതിനു വേണ്ടിയിട്ട് നമ്മളെന്താണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സമയം കളയേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക, നമ്മളെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളൊരൊറ്റ ഉദ്യമത്തോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു വാശിയോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ടിറങ്ങാൻ, അല്ലെങ്കിൽ മുന്നോട്ടൊരു സ്റ്റെപ്പ് വയ്ക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ലൈഫ് മാറും, 100% ഉറപ്പാണ്. സോ കോയിൻ ഫോർജിലൂടെ വലിയ വലിയ ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്താൻ സാധിക്കട്ടെ. ഞാനും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. എന്നിൽ നിന്ന് എന്ത് സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ചോദിക്കാം. ഈ ചാനലിൽ എൻ്റെ വാട്സപ്പ് നമ്പർ എടുക്കുന്നുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. എന്ത് സപ്പോർട്ടിനും നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടുന്ന എംപവർ എന്ന് പറയുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റി, എല്ലാ സപ്പോർട്ടുകൾക്കും ഉണ്ടാവും. ഓരോ എംപവർ നമുക്ക് നൽകുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു, ഏത് തരം ട്രെയിനിങ് ആണ് ആവശ്യം, അതൊരിക്കലും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമായിരിക്കില്ല. നമ്മളൊരു നല്ല വ്യക്തിയായിട്ട് മാറാൻ, നല്ല ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന വളരെ നല്ലൊരു വ്യക്തിയായിട്ട് മാറാൻ പോലും സാധിക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങുകളാണ് എംപവർ തരുന്നത്. അതെല്ലാം യൂസ് ചെയ്ത് വലിയ വലിയ വിജയങ്ങൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നേടിയെടുക്കാനായിട്ട് സാധിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.